ഹലോ നമസ്കാരം. ഇന്നാണെങ്കിൽ കുറച്ച് ചീരയൊക്കെ നടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചീര കുറച്ച് വിത്ത് പാകാനൊക്കെ ആയിട്ട് കുറച്ച് ഞാൻ ചട്ടിയിലൊക്കെ പാകിയിട്ടുണ്ട്. അത് ഒരു 3-4 ദിവസമായി. അതൊക്കെ കിളിർത്ത് വന്നു. അതൊക്കെ ഇപ്പം വേറൊരു ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലമൊക്കെ ഒരുക്കിയിട്ട് മാറ്റി നടാനായിട്ട്. ഇത് പുതിയതായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഏത്തവാഴയാണ്. നമ്മൾ പറയത്തില്ലേ, ഈ വാഴച്ചവിട്ടിലൊക്കെയാണല്ലോ ചീര വിത്ത് പാകി കിളിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വാഴയുടെ ചുവടൊക്കെ നല്ലതായിട്ട് ഉരുക്കി അതിനകത്തെ കല്ലും കുറേ ഇതൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട്, കുറേ കല്ലൊക്കെ ഉണ്ട്, കുറച്ച് തടം കുറച്ച് ഇതായിട്ട് വേണം, വലുതാക്കി വേണമല്ലോ അത് ചെയ്യാനായിട്ട്. നല്ല ഇളകിയ മണ്ണിലാണല്ലോ ചീര പാകേണ്ടത്. അപ്പം ഞാൻ നേരത്തെ ഈ ഏത്തവാഴയ്ക്ക് വളമൊക്കെ ഇട്ടതായിരുന്നു. അപ്പോൾ ചീരയൊക്കെ വിത്ത് പാകി അത് കിളിച്ച് പറിച്ച് നടാറാകുമ്പോഴത്തേന് അടുത്ത വളം വാഴയ്ക്ക് കൊടുത്താൽ മതിയല്ലോ. ഇതിപ്പോൾ 2 മാസമായ വാഴയാണിത്. ഞാൻ അതെല്ലാം റെഡിയാക്കിയിട്ട് ഈ നമ്മൾ സ്ലറി ഇല്ലേ, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് ഞാൻ സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നേർപ്പിച്ച് അതിൻ്റെ ചുറ്റിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അതിൻ്റെ വിത്ത് എവിടെയൊക്കെ പാകണം അവിടെ എല്ലാം നല്ല രീതിയിലൊന്ന് നേർപ്പിച്ചതാണേ. അതെല്ലാം നല്ല വൃത്തിയായിട്ടെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചുവട്ടിലും കുറച്ച് ഒഴിച്ചേക്കാം. അങ്ങനെയെല്ലാം നല്ലതായിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ല ചീര വിത്ത് കിളുത്ത് വരുമ്പോഴത്തേനും നല്ല കരുത്തോടു കൂടിയൊക്കെ വരും. അപ്പം നമുക്ക് ഓരോന്നോരോന്നങ്ങ് പറിച്ച് നട്ടാൽ മതി. ഇടയ്ക്ക് നിന്നൊക്കെ പറിച്ച് നട്ടിട്ട് കുറച്ച് ബാക്കിയുള്ളത് അവിടെയൊക്കെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നല്ല കരുത്തോടു കൂടിയായിട്ടൊക്കെ വളരും. ഈ സ്ലറിയുടെ ആ ഒരു വളക്കൂറൊക്കെ ഉള്ള മണ്ണായതുകൊണ്ട് നല്ല രീതിയിലെല്ലാം വളർന്നു വന്നോളും. ഇത് ഞാൻ ഇന്നലെ കൃഷിഭവനിൽ പോയപ്പം കുറച്ച് വിത്ത് വാങ്ങിച്ചതായിരുന്നു. ചുമന്ന ചീരയെന്നാണ് പറഞ്ഞത്. അത് മൊത്തം അങ്ങ് എടുത്തേക്കാം. എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ ചുറ്റിനും, അതിൻ്റെ ഒത്തിരി ചുവട്ടിലോട്ട് ഇട്ടില്ല, ബാക്കിയുള്ളിടത്തെല്ലാം ഒന്ന് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണ് ഈ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയുണ്ട്, അതാണ്. DDT ഇടാറില്ല. അങ്ങനെ വിത്തെല്ലാം എല്ലായിടവും ഇട്ട് കൊടുത്തു. അത് അയ്യൊക്കെ നല്ലതായിട്ടെല്ലാം വൃത്തിയാക്കിയതായിരുന്നു. പക്ഷേ മഴ കാരണം മൊത്തം പോച്ചയൊക്കെ കയറി. അങ്ങനെ ഒന്നുകൂടെ ഒന്ന് വിത്തെല്ലാം പാകി ഇതാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മണ്ടയ്ക്കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാമെന്നുണ്ടെങ്കിൽ ഉറുമ്പ് അങ്ങനെ വരില്ല. ഇത് നല്ല മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ മറ്റേ ചട്ടിക്കകത്ത് വിത്ത് പാകിയപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടാണ് പാകിയത്. വിത്ത് ഒരെണ്ണം പോലും ഉറുമ്പെടുത്തുകൊണ്ട് പോയിട്ടില്ല. അങ്ങനെയെല്ലാം ഇതാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിലെല്ലാം ആക്കി. ഇനി രാവിലെ വെള്ളം തളിച്ച് കൊടുക്കാം. ഇനി ബാക്കിയെല്ലാം കുറേ ചപ്പുമൊക്കെ ഉണ്ട്, എല്ലാം കിളിർത്ത് വന്നതാണ്. അവിടെ എല്ലാം വെണ്ടയും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത് കിളിർത്ത് വരുമ്പം ഞാൻ കാണിക്കാം.